നമസ്കാരം. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ ചാനലുകളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. തിരുവനന്തപുരത്തെ BJPക്ക് വമ്പൻ തിരിച്ചടി. കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി. ഈ വാർത്ത കണ്ട അക്ഷരാർത്ഥത്തിൽ ഞാനും ഞെട്ടിപ്പോയി. 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയാൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ഭരണം വീണു പോകും. ഞാൻ പെട്ടെന്ന് മേയർ VV രാജേഷിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, സത്യപ്രതിജ്ഞ അസാധുവാക്കി, പക്ഷെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ 4 ആഴ്ചത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ തീരുന്നതേ ഉള്ളൂ വിഷയം. അതിനാണ് BJPക്ക് വമ്പൻ തിരിച്ചടി എന്ന തരത്തിൽ നമ്മുടെ ചാനലുകൾ വാർത്തയാക്കുന്നത്. വാസ്തവത്തിൽ തിരിച്ചടി BJPക്കല്ല, ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കാണ്. ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനുള്ള ചെലവ്, ഈ കേസ് നടത്താൻ വക്കീൽ ഫീസ് ഇനത്തിലും മറ്റുമായി കോർപ്പറേഷൻ മുടക്കിയ പണത്തിൻ്റെ ചെലവ്, വല്ലാത്തൊരു അസുഖം തന്നെയാണ്. ഇത്രയും നിസ്സാരമായൊരു വിഷയം കോടതിയിൽ എത്തിച്ച് അതിനെ വലിയ രാഷ്ട്രീയ പോരാട്ടമായി വ്യാഖ്യാനിക്കാൻ നടത്തിയ CPMൻ്റെ അവസ്ഥ. അവർ ജയിച്ചു എന്നത് വാസ്തവമാണ്. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമുണ്ട് എന്ന വിഷയമുണ്ടാകുന്നു. അത് ചൂണ്ടിക്കാണിച്ച് ആ ചട്ടലംഘനം തിരുത്താൻ നടപടിയെടുക്കുന്നതിൽ തെറ്റില്ല. ആ ചട്ടലംഘനത്തിനെതിരെ കോടതിയിൽ പോയി ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുന്നതിലും തെറ്റില്ല. പക്ഷേ ഇത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. BJP ഭരണം വീഴും എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നതിൽ എന്താണ് അർത്ഥം? കോടതി പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു, സത്യപ്രതിജ്ഞ മാത്രമാണ് അസാധുവാക്കുന്നത്, ഈ കാലയളവിലെ തീരുമാനങ്ങളൊന്നും അസാധുവല്ലെന്ന്. അതിനെതിരെ CPM കോടതിയിൽ വീണ്ടും അപ്പീലിന് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ജനാധിപത്യത്തെ ഇങ്ങനെ നിങ്ങൾ പരിഹസിക്കുന്നത്? ഇതൊക്കെ നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തവർ, അവർ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അവരെ ഭരിക്കാൻ അനുവദിക്കേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? നിങ്ങൾ മറന്നുപോകരുതാത്ത ഒരു കാര്യമുണ്ട്. 2014 വരെ മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയുടെ വയറു കുത്തിക്കീറി ശൂലം കൊണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് കൊന്നുകളഞ്ഞ നരാധമൻ എന്ന തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചു. മോദിയെ വെറുക്കപ്പെട്ടവനാക്കി. മോദിയെ കാണാൻ പോയി എന്നതിൻ്റെ പേരിൽ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിങ്ങൾ പഞ്ഞിക്കിട്ടു. മോദിയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നവരെയൊക്കെ നിങ്ങൾ സംഘിപ്പട്ടം ചാർത്തി വെറുക്കപ്പെട്ടവരാക്കി മാറ്റി. എന്നിട്ട് എന്തുണ്ടായി? ഇതൊക്കെ ചെയ്ത CPMനെ ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവരുടെ സഹായം വേണം. ഒരു സംസ്ഥാനത്തും ഭരണമില്ലാതായി. കോൺഗ്രസ് പാർട്ടിക്കാവട്ടെ അവിടെയും ഇവിടെയും സംസ്ഥാന ഭരണം നിലനിർത്താൻ കഴിയുന്നെങ്കിലും ദേശീയ തലത്തിലേക്ക് ഭരണത്തിന് വരും എന്ന ഒരു പ്രതീക്ഷ പോലും പ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രചാരകരായി 2047 ഇന്ത്യ ഭരിക്കാനിറങ്ങിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ വർഷങ്ങളായി തീഹാർ ജയിലിൽ അഴിയെണ്ണുന്നു. മോദി ആവട്ടെ 12 വർഷമായി രാജ്യം ഭരിക്കുകയും ഇനി കുറഞ്ഞത് ഒരു 8 വർഷം കൂടി അതേ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഭരണം സുഗമമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ നീക്കം നടത്തുകയും ചെയ്യുന്നു. ഇതേ ആയുധം തന്നെയാണ് നിങ്ങൾ BJPക്കെതിരെ ഇവിടെ പ്രയോഗിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ഇനി BJPക്ക് ഒരിക്കലും നഷ്ടപ്പെടരുതേ എന്ന് നിങ്ങളുടെ വാശിയാണെങ്കിൽ നല്ലത് തന്നെ. അതല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ ഭരണം അങ്ങ് നഷ്ടപ്പെടുമെന്നാണെങ്കിൽ വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല. VV രാജേഷ് കൃത്യമായി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. കേസ് നിങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്, അല്ലേ? അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ല കോൺഫിഡൻസിൽ, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുക്കണമായിരുന്നു. കൊടുത്തില്ല, സെലക്റ്റീവായി അവിടെ. ആ സങ്കുചിതമായ മാനസികാവസ്ഥയും കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാർ ഇറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത
എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും അപ്പോൾ തന്നെ അതിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള മറ്റു ചില മാനങ്ങൾ കൈവരിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യണം എന്ന് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണം എന്ന് പറഞ്ഞതിപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ കുഴപ്പമില്ല, ഹിന്ദു ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമാണ് കുഴപ്പം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിന് ഉപോദ്ബലകമായി ചൂണ്ടിക്കാട്ടുന്നത് മുമ്പ് കേരള നിയമസഭയിലെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസും അതിലെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും തീർപ്പുമാണ്. സംഘപരിവാർ പ്രവർത്തകനായ രഞ്ജിത്ത് വിശ്വനാഥ് ഇങ്ങനെ എഴുതി: അതിനിടയ്ക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയും അവരോട് 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചതും കണ്ടു. ദൈവനാമത്തിലോ സഗൗരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുവെന്നും ദൈവം എന്ന പദത്തിന്റെ വിപുലീകരണം ചട്ടത്തിലില്ല, അതിനാൽ ഏത് ആചാരം പിന്തുടർന്നാലും എല്ലാവരും ഒരേ ദൈവത്തെയാണ് കാണുന്നതെന്നുമാണ് ഹിന്ദു ജനപ്രതിനിധികൾ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമവിരുദ്ധമാണെന്നതിന് ഹൈക്കോടതി കാരണം പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, കേരളത്തിൽ ഒരു ഹൈക്കോടതി അല്ലേ ഉള്ളൂ, എന്നിട്ട് എങ്ങനെയാണ് ഒരേ വിഷയത്തിൽ 2 തരം വിധികൾ അവിടെ നിന്നും ഉണ്ടാവുന്നത്? 2006 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ മുസ്ലിം ലീഗിന്റെ 11 MLA-മാർ അല്ലാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു ഹർജി ഇതേ ഹൈക്കോടതിയിൽ വന്നിരുന്നല്ലോ. അന്ന് പക്ഷേ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഹൈക്കോടതിയുടെ അഭിപ്രായം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്, തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലല്ല എന്നായിരുന്നല്ലോ അന്ന് പറഞ്ഞത്. ഒരു ജനപ്രതിനിധി തൻ്റെ പേരിലല്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. അല്ലാഹു മുസ്ലിങ്ങളെ ആരാധിക്കുന്ന ഏക ദൈവമാണ്. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിലെ ഐ ഡു സ്വിയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന വാചകത്തിലെ ഗോഡ് എന്ന പദത്തിൽ അല്ലാഹു ഉൾപ്പെടുന്നു. അതിനാൽ അല്ലാഹു എന്ന പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നായിരുന്നല്ലോ എന്നിട്ട് പറഞ്ഞത്. എന്നിട്ട് ആ ഹർജി തള്ളുകയും ചെയ്തു. ഇതിനെതിരെ ഹർജിക്കാരൻ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം സുപ്രീം കോടതിയും ശരിവെച്ചു. ആ ഹർജിയും തള്ളിയിരുന്നു. ആ വിധിയാണ് ഇതോടൊപ്പം കാണിച്ചത്. അതായത് അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് 2006 കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ച കാര്യമാണ്. എന്നിട്ടും പിന്നെ എങ്ങനെയാണ് ഹിന്ദു ജനപ്രതിനിധികൾ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ഇപ്പോൾ അതേ ഹൈക്കോടതി പറയുന്നത്? ഏകദൈവ വിശ്വാസികൾ അല്ലാത്തതിനാൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഐ ഡു സ്വിയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന വാചകത്തിലെ ഗോഡ് എന്ന പദത്തിൽ വരുന്നില്ല എന്ന പുതിയ നിയമനിർമ്മാണം വല്ലതും 2006 ശേഷം വന്നിരുന്നോ? അതോ വിഷയത്തിൽ ഹിന്ദു ജനപ്രതിനിധികൾക്ക് വേറെ നിയമമാണോ? അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി തന്നെ ശരിവെച്ച കാര്യം BJPയുടെ കാര്യം വന്നപ്പോൾ അതേ കേരള ഹൈക്കോടതിക്ക് ഇപ്പോൾ തെറ്റാവുന്നത് എങ്ങനെയാണ്? ഇത്തരം ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു വരുന്നു. ഹിന്ദു ദൈവങ്ങൾക്ക് കൃത്യമായ ഒരു രൂപമില്ല. ആരെയും ആർക്കും ദൈവമാക്കി മാറ്റാം. ശിവനെയോ വിഷ്ണുവിനെയോ ബ്രഹ്മാവിനെയോ അയ്യപ്പനെയോ കൃഷ്ണനെയോ രാമനെയോ ദുർഗയോ ആരെ വേണമെങ്കിലും ദൈവമാക്കാം. അതല്ല ശ്രീനാരായണ ഗുരുവിനെ വേണമെങ്കിലും ദൈവമാക്കാം. അത്തരം ഫ്ലെക്സിബിലിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സത്യപ്രതിജ്ഞ ചെയ്തത്. അത് കോടതിയിൽ കേസാവുകയും ഹൈക്കോടതി വിധി പറയുകയും ചെയ്തപ്പോഴാണ് ഇതൊരു പുതിയ വിവാദമായി അരങ്ങേറുന്നത്.